ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറച്ചായി വ്ളോഗ്സ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് വ്ളോഗ് വന്നിട്ട് ഒരു മോർ ദാൻ 1 month ആയി. അപ്പോൾ എനിവേയ്സ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലാസ്റ്റ് ഫേസ് ഓഫ് നീറ്റ്, അത് ഒരു ലാസ്റ്റ് നീറ്റ് ഫേസ് എങ്ങനെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ മാർച്ച് കഴിയാനായി. ഇനിയിപ്പം ഒരു മാസവും പിന്നെ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളായിരിക്കും നമുക്കിനി ഉള്ളത് നീറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ടൈം, ഈ ഒരു 1 month നിങ്ങൾ ക്രൂഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ലാസ്റ്റ് മന്ത് ഓഫ് നീറ്റ് പ്രിപ്പറേഷനിൽ ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം നമുക്ക് പറ്റുന്നത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്സും ചെയ്യാം. ഇപ്പോൾ ഞാൻ പഠിച്ച കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് തോന്നുന്നു ഒരു ജനുവരി ഒരു മിഡ് ജനുവരി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി മുതലേ നമുക്ക് ഈ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഒരു 2 o'clock എക്സാം ഉണ്ടാവുക. എന്നിട്ട് നമുക്കന്ന് 200 questions ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചു. അപ്പം കറക്റ്റ് ഒരു 5:20 വരെ നമുക്ക് ആ ഒരു 3 hours and 20 minutes നമുക്ക് എന്തായാലും എക്സാം ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതേപോലെ പാറ്റേണിൽ നമുക്ക് എക്സാംസ് ഉണ്ട്. അപ്പം ഒരു ഫെബ്രുവരി മുതൽ ഇപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമുമായിട്ട് അഡാപ്റ്റ് ആവാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ എന്തായാലും നിങ്ങൾ ഒരു പുതിയ ചാപ്റ്റർ എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫെമിലർ അല്ലാത്ത ഒരു ചാപ്റ്ററാണ്, അങ്ങനെ ആകുമ്പോൾ ഒന്നും അറിയില്ല ആ ചാപ്റ്ററിനെ കുറിച്ചെങ്കിൽ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ഇപ്പം ഒരു മാസമല്ലേ ഇനി ബാക്കിയൊക്കെ എനിക്ക് അറിയാലോ അങ്ങനത്തെ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കാമെന്ന് വിചാരിക്കരുത്. അത്രയും ഉറപ്പുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അത്രയും അറിയാവുന്ന ചാപ്റ്റേഴ്സിൽ തന്നെ നമുക്ക് റിവൈസ് ചെയ്ത് അത് നല്ല സ്ട്രെങ്ത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, കുറച്ച് അറിയാത്തതല്ല, കംപ്ലീറ്റ്ലി അറിയാത്തതല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ വേണ്ട കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിൽ ഫിസിക്സ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഈ നമുക്ക് ബയോളജിയും കെമിസ്ട്രിയിൽ കുറേ ഈ ഓർഗാനിക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇനോർഗാനിക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിക്കണം. ബയോളജി ആണെങ്കിൽ ഇനി ഇരുന്ന് വായിക്കണം. അപ്പോൾ അത് എനിക്ക് കുറച്ച് മടിയായതിനെ കൊണ്ട് ഫിസിക്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബോറടിക്കില്ല, മാത്രമല്ല നല്ല പ്രാക്ടീസും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓരോരോ ചാപ്റ്റർ വൈസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ മാറ്റി വെച്ച് അത് ഒന്നെങ്കിൽ ഇപ്പം എനിക്ക് വേറൊരു ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ബുക്കിലായിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അതെടുത്തിട്ട് റിവൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഫിസിക്സിന് വേണ്ടിയിട്ട് ആദ്യം പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലാസ് എഴുതി വെക്കുന്ന ഒരു ഫോമുല ബുക്ക്. അത് എല്ലാവരും പറയുന്ന കാര്യമായിരിക്കും, അത് ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ ഫുൾ ഫോമുല ബുക്കാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാ ഫോമുലാസും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ കുറേ ഫിസിക്സിൽ അത് ഹെൽപ്ഫുൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ എഴുതി വെച്ച ഫോമുല ബുക്സ് ആയിരിക്കും. ഫോമുല ബുക്കിന് വരെ ഞാൻ കുറേ ഈ A4 sheets'ാണൊക്കെ എഴുതി വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോമുലാസ് എഴുതി വെച്ച പേപ്പേഴ്സാണ്. ഇപ്പോഴും കുറേയൊക്കെ എൻ്റെ അടുത്തുണ്ട്, കുറേയൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള ഫ്ലാഷ് കാർഡ്സ് പോലെ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നതൊക്കെ കെമിസ്ട്രിയാണ്. അങ്ങനെ കെമിസ്ട്രി കുറേ ഫ്ലാഷ് കാർഡ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം, ലൈക്ക് സിമ്പിളായിട്ട് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ച കുറേ കാര്യങ്ങൾ. പിന്നെ മെയിൻലി ഉള്ളത് ഫിസിക്സ് ആണെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഫോമുലാസ്, അതിന് വേണ്ടി ഒരു ഫോമുല ബുക്ക് ഉണ്ടാക്കുക. ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവൈലബിളും ആണ്. അങ്ങനത്തെ കുറച്ച് ഫോമുല ബുക്സ് ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എഴുതാൻ സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ചാപ്റ്റർ വൈസ് തന്നെ ആയിട്ട് ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് ഇങ്ങനെ ഫോമുലാസ് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് അല്ലെങ്കിൽ PDF ആയിട്ട് ഞാൻ എടുത്ത് പ്രിൻ്റ് ചെയ്തായിരുന്നത്. അപ്പം അങ്ങനെയും ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എക്സ്ട്രാ അങ്ങനെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലാസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ തന്നെ ഫോമുല ബുക്ക് ആണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു പേരുണ്ടാവും പുറത്തുനിന്നുള്ള അങ്ങനത്തെ ഓരോ ബുക്സ് ആണെങ്കിൽ. പക്ഷേ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പെട്ടെന്ന് എടുത്ത് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഫിസിക്സ് ഓർഗാനിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഓർഗാനിക് എനിക്ക് അങ്ങനെ റിവൈസ് ചെയ്യേണ്ടായിരുന്നു. എനിക്ക് ഓർഗാനിക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർഗാനിക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓർഗാനിക് എനിക്ക് ബേസ് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ലായിരുന്നു, കാരണം ഓർഗാനിക് ഇഷ്ടമായതിനുകൊണ്ട്. പക്ഷേ ഓർഗാനിക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഓരോരോ ലോസും ഓരോ ഓർഡേഴ്സും, ഇപ്പോൾ ഓരോ അസിഡിറ്റീൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റി, ബേസിസിറ്റി അങ്ങനെയൊക്കെയുള്ള ഓരോന്നിൻ്റെ ഓർഡറൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഓർഡറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ അതും ഇതേപോലെ തന്നെ ഇതിപ്പം ഫിസിക്സിൻ്റെ ഫോമുല ബുക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. കെമിസ്ട്രിക്ക് വേണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേപ്പറിലൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യാം. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്. എനിക്ക് എത്ര വായിച്ചാലും മറന്നു പോകുന്ന ഒരു കാര്യം. അത് വായിച്ചാൽ തന്നെ ഓർമ്മ കിട്ടുള്ളൂ.
കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പ്യുവർലി ബൈ ഹാർട്ടിങ് ആയിരുന്നു എനിക്കത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി മെയിൻലി ചെയ്യുന്നത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ തലേന്നും എനിക്കെടുത്ത് ഇനോർഗാനിക്കായിട്ട് ഞാൻ കൂടുതൽ നോക്കിയത്, കാരണം അത്രയും ഓർമ്മ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഞാൻ പേപ്പേഴ്സിലൊക്കെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇനോർഗാനിക് ആകുമ്പം ടെക്സ്റ്റ് ബുക്ക് പിന്നെയും വായിക്കുക. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ലൈൻ ബൈ ലൈൻ ഒക്കെ വായിക്കേണ്ട ടൈമുണ്ട്. പക്ഷേ നമുക്ക് ആ ബോക്സസും ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റ്സും ഒക്കെ എടുത്തിട്ട് റിവൈസ് ചെയ്യാം. അതാണ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി. ആൻഡ് ദെൻ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചും കൂടെ ഫിസിക്സ് പോലെയാണ്. ഇതേപോലെ തന്നെ ഫോർമുലാസ്, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, കെമിക്കൽ കൈനറ്റിക്സിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഫിസിക്സിനെ പോലെ കുറച്ചും കൂടെ പ്രോബ്ലംസ് ചെയ്താൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അപ്പം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം ആ ഫോർമുല എനിക്ക് മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യണമെന്ന്. അപ്പോഴെടുത്ത് അത് റിവൈസ് ചെയ്യാം. അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എന്താണെന്നും ഓർമ്മയില്ലാത്ത എന്താണെന്നും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഓർമ്മയില്ലാത്ത കാര്യം നമ്മളെടുത്ത് പിന്നെ റിവൈസ് ചെയ്താൽ മതി. ബയോളജി പറഞ്ഞാൽ അത് ബയോളജിയിൽ കുറേ ഉണ്ട്, കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിൽ മാക്സിമം ടെക്സ്റ്റ് വായിക്കുക തന്നെയാണ് നല്ലത്. എക്സാമിൻ്റെ ടൈമിൽ നമുക്കിവിടെ മോഡൽ എക്സാം ഉണ്ടാകുമ്പം എക്സാമിന് ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല എന്നല്ല, കിട്ടുമായിരിക്കും. പക്ഷേ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും 2 ഓപ്ഷൻസ് നമ്മൾ എന്തെങ്കിലും ചില ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സൈഡിൽ ഞാൻ റെഫർ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. കാരണം നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പം ഏതാണോ ആ ചാപ്റ്റർ, അത് ഏതാണോ ആ ടോപ്പിക്, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ആ ടോപ്പിക് ആയിരിക്കും എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അത് പിന്നെ പോയി റെഫർ ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് എക്സാംസ് നമുക്ക് ഇങ്ങനെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എങ്ങനെയൊക്കെയാണത്, ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് മറന്നുപോയെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്താൽ തന്നെ കുറേ ശരിയാവും. ബയോളജി മാക്സിമം തന്നെ ടെക്സ്റ്റ് വായിക്കുക. മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ ഓരോ എക്സാമ്പിൾസും ഒക്കെ ഓർത്ത് വെക്കുക. ടെക്സ്റ്റിൽ തന്നെ സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ബയോളജി ആകുമ്പോൾ നമുക്ക് തോന്നും എളുപ്പമാണ്, നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ ടെക്സ്റ്റ് വായിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ എക്സാമിന് ബയോളജിയിൽ നമുക്ക് എളുപ്പമായിരിക്കും, ടെക്സ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വായിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടൈം പോകും. അപ്പം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഏകദേശം ആൻസർ പെട്ടെന്ന് കിട്ടാൻ എളുപ്പം നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുമ്പോഴാണ്. അപ്പോൾ മാക്സിമം ടെക്സ്റ്റ് വായിക്കാൻ നോക്കുക. ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ഭാഗം മാത്രമല്ല, എല്ലാ ഫുൾ ടെക്സ്റ്റ് മൊത്തമായിട്ട് തന്നെ വായിച്ചിട്ട് പോവുക. പിന്നെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള നമുക്ക് സമ്മറി ആയിട്ട് തരുന്ന ബോക്സസ് ഒക്കെ വായിക്കണം. അതിലൊക്കെ ചില കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുക. അങ്ങനെ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ടെക്സ്റ്റ് വായിക്കുക ബയോളജി. കാരണം ബയോളജി എനിക്കിപ്പം ഞാൻ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ആദ്യം ബയോളജിയാണ് എഴുതുന്നത്. അപ്പോൾ ബയോളജി വൃത്തിയായിട്ട് എനിക്ക് എഴുതത്തിൻ്റെ ഒരു സമാധാനം, നമുക്ക് മാർക്ക് കൂടും. ബയോളജിയാണ് നമുക്ക് ഏറ്റവും നന്നായി എഴുതേണ്ടതും ഏറ്റവും നമുക്ക് മാർക്കും റാങ്കും ഒക്കെ കൂടാൻ നല്ലത് ബയോളജിയിൽ മാർക്ക് കൂടുതലുള്ളപ്പോഴാണ്. ബയോളജി നന്നായിട്ട് തന്നെ എഴുതി കുറച്ച് കോൺഫിഡൻസ് കൂടെ കൂടുമ്പോൾ നമുക്ക് മറ്റേതും കൂടെ ഹെൽപ്പ് ചെയ്യും. ബയോളജി അങ്ങനെ. അപ്പം ഇത് 3 മാക്സിമം ചെയ്യുക. ഇത് 3 ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനിയെങ്കിലും ഒരു റുട്ടീനിൽ പോവുക. അതായത് നിങ്ങൾ റുട്ടീൻ ഫോളോ ചെയ്യുക. രാവിലെ ഇത്ര മണിക്ക് നിങ്ങൾ എണീക്കും, ആൻഡ് ദെൻ നിങ്ങളൊരു ഓർഡറിൽ പോകുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു റുട്ടീൻ ഇല്ലെങ്കിൽ ചിലപ്പം നമുക്കൊരു എക്സാം ആകുമ്പോഴേക്കും ഒരു 2 to 5 വരെ എക്സാം, ഒരു 3 hours ഇപ്പോൾ ഇരിക്കണം. അപ്പോൾ 180 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 3 hours നിങ്ങൾ ഇരിക്കേണ്ടതാണ്. അപ്പം ഇപ്പോഴേ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ഉറക്കമൊക്കെ കുറച്ചൊക്കെ ഒന്ന് ടൈമിലേക്ക് ആക്കാൻ നോക്കുക. കാരണം ഞങ്ങളുടെ അവിടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ നമ്മുടെ സാറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പറ്റുന്നത്രയും ഒരു ഓർഡറിൽ പോവുക. ഒരു 2 to 5 എക്സാം ഉണ്ട്. അപ്പം ആ സമയത്ത് ഇപ്പോൾ ചില ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ ഒരു 2 to 5 ഉറങ്ങുമായിരിക്കും, റെസ്റ്റ് എടുക്കുമായിരിക്കും. അപ്പം ഇനിയെങ്കിലും ഉള്ള ഒരു മാസം ആ ഒരു ടൈമിൽ നിങ്ങൾ ആക്റ്റീവായിരിക്കുന്ന ഒരു ടൈം ആക്കാൻ നോക്കുക. അതാകുമ്പോൾ പെട്ടെന്നൊരു സൺഡേ നമുക്ക് 2 to 5 ഇരുന്ന് നമുക്ക് ഭയങ്കര ബ്രെയിൻ നമുക്ക് നല്ല ഷാർപ്പായിരിക്കണം. ബിക്കോസ് ആ 3 hours ആണ് നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 hours നിങ്ങൾ സാധാരണ ഉറങ്ങുന്നത് നിങ്ങൾ പെട്ടെന്ന് ആ സമയത്ത് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ചിലപ്പം അത്രയും ഷാർപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കണമെന്നില്ല. എന്തായാലും അഡ്രിനാലിൻ റഷൊക്കെ നമ്മൾ എന്തായാലും അലേർട്ട് ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. 2 to 5 നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുകിൽ ആ ടൈമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ടൈം എന്തായാലും എക്സാം പോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ടൈം തന്നെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഓർഡറായിട്ട് തോന്നും, ഫീൽ ചെയ്യും. മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന
പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരു പേപ്പറിലല്ലാതെ ബബിൾ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത്തവണ ഓൺലൈൻ ആണോ എന്ന് എനിക്കറിയില്ല. ഓഫ്ലൈൻ ആണെങ്കിൽ എന്തായാലും നമുക്ക് അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ല. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴും അതിൻ്റെ ഇതൊക്കെ ഉണ്ട്, കുറേ ഈ ആൻസർ ഷീറ്റ്സ് മറ്റേ ബബിളൊക്കെ ചെയ്ത് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിപ്പോഴും കുറഞ്ഞ ആൻസർ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു 2 to 5 ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളെ പഠിക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇരിക്കാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ പറയായിരുന്നു അവൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ലാസ്റ്റ് ഒരു മാസമൊക്കെ ആയപ്പം വെള്ളം കുടിച്ചിട്ട് അതിനെക്കൊണ്ട് വീട്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ വരെ വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളാക്കിയായിരുന്നു ഞാൻ എക്സാം എഴുതാൻ. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ലാസ്റ്റിലേക്ക് നമ്മൾ പറ്റുന്ന എന്തൊക്കെയാണോ ആ 3 hours നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ചിന്തിക്കാനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ അങ്ങനെയും നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കാരണം ആ 3 hours ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എക്സാം ആ 3 hours നന്നാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഉള്ളതും പോകുന്നതിനേക്കാളും നല്ലത് ഉള്ള സാധനം ഓർമ്മയ്ക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു ഇത് മതി. നമുക്കിപ്പം ചിലപ്പം ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് നോളജ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്നാണെങ്കിൽ അത്ര മതി. നമുക്കിപ്പം ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതി ഒരു കോഴ്സിലേക്ക് കയറാനാണല്ലോ, അല്ല നമ്മളിതിൽ PhD എടുക്കാൻ പോവല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഉറക്കമൊന്നും ഇല്ലാണ്ടൊന്നും നോക്കരുത്. എന്തായാലും ഒരു 6-7 hours ഒക്കെ 8 hours ഒക്കെ ഉറങ്ങിയിട്ട് ബാക്കി 24 hours ഒരു 8 hours ഒക്കെ ഉറങ്ങിയാൽ ബാക്കി ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. ഒരു സ്ട്രക്ചർഡ് ആയിട്ട് പോവുക. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താണ് ഞാൻ ഇന്ന് ചെയ്യാമെന്നുള്ളത് ഐഡിയയിൽ പോവുക. അല്ലാതെ ഒരു ദിവസം തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് നോക്കാം എന്നുള്ള രീതി അല്ലാതെ ഇനിയുള്ള ദിവസമെങ്കിലും കുറച്ചുകൂടി ഡിസിപ്ലിൻഡായി കുറച്ചുകൂടി സ്ട്രക്ചർഡായി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ആയിരിക്കും എന്തായാലും സ്ട്രെസ് ഉണ്ടായിരിക്കും അത്. ബട്ട് ഒരു ലെവലിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ സീക്ക് ഹെൽപ്പ്. ഫ്രണ്ട്സിനടുത്തോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പാരൻസിനടുത്തൊക്കെ പറയാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അബൌട്ട് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും കണ്ടിട്ട് സമയം പോക്കണ്ട. കാരണം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മോട്ടിവേഷൻ കൊണ്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. പക്ഷേ മോട്ടിവേഷൻ ഒന്നും ആർക്കും ഉണ്ടാവില്ല. എല്ലാ ആൾക്കാർക്കും നമ്മളെ ചതിക്കാണ്ടിരിക്കുന്ന ഒരു കാര്യം ഡിസിപ്ലിനാണ്. എൻ്റെ ഇപ്പം കറണ്ട് റൂട്ടീനിൽ എൻ്റെ ഡിസിപ്ലിൻ കുറച്ച് കുറവുണ്ട്. പക്ഷേ നീറ്റിൻ്റെ സമയത്ത് കുറച്ചും കൂടെ കറക്റ്റ് ടൈമിന് ഞാൻ എണീക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ പഠിക്കുന്നതാണെങ്കിലും ടൈം ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിരുന്നു ആ സമയത്ത്. മോട്ടിവേഷൻ ഇപ്പോൾ വരും, മോട്ടിവേഷൻ വന്നിട്ട് ഞാൻ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും വരില്ല. മോട്ടിവേഷൻ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പോവാം. പഠിക്കാനോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വരില്ല, പക്ഷേ ഐ എം സപ്പോസ് ടു ഡു ദിസ് എന്ന് വിചാരിച്ച് അങ്ങ് ഇരിക്കുക, അത് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും എൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോ. ഇനി ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്തതെന്നാണ്. പക്ഷേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. താങ്ക് യു.